ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കിണ്ണം കാച്ചി മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. സാധാരണ മോരുകറിയല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടരുത് കേട്ടോ, കനച്ച് പോകും കറി. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനോടെയുള്ള മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, ജീരകത്തിന് മുന്നിലേക്ക് നിൽക്കണം, അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ തുവരപ്പരിപ്പ്, സാമ്പാറിലേക്ക് എടുക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം അങ്ങനെ തന്നെ ഇട്ടെടുക്കാം. ഒരു നല്ല എരിവുള്ള പച്ചമുളക് നടുകീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായം പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരം ഇട്ടതിന് ശേഷം അധികം നേരമായിട്ട് ഇളക്കരുത് കേട്ടോ. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു കപ്പ് കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം അതുപോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചതിന് ശേഷം നമുക്കതവിടെ മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ നല്ല കുറുകി വരുന്ന നല്ലൊരു കുഴമ്പ് പരുവത്തിലുള്ളൊരു മോരുകറിയാണ് നമുക്ക് കിട്ടാനുള്ളൊരു മിക്സാണിത്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മാതിരി നല്ലോണം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും 2 കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ചുരക്കയാണ് നമ്മൾ എടുക്കേണ്ടത്. ചുരക്ക കഷ്ണം ഒരു മീഡിയം സൈസ് ചുരക്കയുടെ ഒരു പകുതി ഭാഗത്തോളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളനെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ 1/4 ടീസ്പൂൺ കൂടെ കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മോരുകറിയല്ലേ, അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ അവിടെ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ചുരക്കെല്ലാം നന്നായി വെന്തതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സി ജാറിലേക്ക് ചിറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ നമ്മളിതിലേക്കുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, കുറച്ച് ഒരു കൊത്തമല്ലി ഒന്ന് അരിഞ്ഞിട്ട് പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയതായിട്ടൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.